കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന CPM നേതാവും MP-യുമായ കെ രാധാകൃഷ്ണന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് അയച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ED ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എതിരാളികളെ എങ്ങനെ അമർച്ച ചെയ്യാമെന്നാണ് ED നോക്കുന്നതെന്നും പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്കപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാകാൻ കഴിയില്ല, പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പം EDയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അത് ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കാരണം ഇന്ന കാര്യം ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെന്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാ ഈ ഒരു കേസിൽ? ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അത് പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ മാത്രമാണ് പറയാറുള്ളത്. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. കരുവന്നൂർ ബാങ്കുമായുള്ള CPM ബന്ധം, CPM പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ED കെ രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. സി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.